ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മട്ടൺ ഹാർട്ട് റോസ്റ്റ് റെസിപ്പിയാണ്. അതിനിവിടെ മട്ടൺ ഹാർട്ട് അരിഞ്ഞ് വെച്ചത് നന്നായി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറി ലീഫും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ച് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണ്ട കുക്കറിലേക്ക് വെച്ച് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനാവശ്യമായ മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മീറ്റ് മസാല പിന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പം വേണ്ട ആ സമയത്ത് നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. വേണ്ട നമ്മുടെ മട്ടൻ ഹാർട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വരണം. സവാളയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറി ലീഫും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് പകുതി വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂടുതൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ നേരത്തെ മിക്സിയുടെ ജാർ റെഡിയാക്കി വെച്ചിരുന്ന മസാലയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്നിട്ടൊന്ന് ഫുള്ള് വഴണ്ട് വരുന്നോടം വരെ നമുക്ക് നോക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച സമയത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി സെറ്റായി കണ്ടത് ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ മട്ടൻ്റെ ഹാർട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വായിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷേ നല്ല സ്മെല്ലുമാണ് വരുന്നത്. ഇത് ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതാണ് നന്നായി മിക്സ് ചെയ്ത് ഇത് എടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് നേരം കൂടെ വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കി. ഇത് അടിപൊളിയായിട്ട് ഓയിലൊക്കെ സെപ്പറേറ്റായി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ആക്കേണ്ടവർക്ക് കുറച്ച് നേരം കൂടി ഇതിൽ നിന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൺ ഹാർട്ട് റെസിപ്പി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാനിലേക്ക് മാറ്റിയെടുക്കാം. അതുകൊണ്ട് നമ്മൾ സെർവിങ് പാനിലേക്ക് മാറ്റിയെടുക്കുകയാണ്. വായിൽ വെള്ളം വരുന്നുണ്ട്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നമുക്ക് നമ്മുടെ ടച്ചിങ്സിനോ അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അങ്ങനെ അടിപൊളി ലാം ഹാർട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.